ഇതില് 2 കമ്പികൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ 2 കമ്പികളില് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വേവ്സ് എന്നുവെച്ചാൽ നമുക്ക് അനുകൂലമായ തരംഗം, നമുക്ക് പ്രതികൂലമായ തരംഗം. ഇങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് പ്രതികൂല തരംഗങ്ങൾ ഉണ്ടായാൽ, തരംഗം ഇപ്പോ തോട്ട് വേവ്സ്, സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ആ വേവ്സിനെ തന്നെ നമ്മുടെ ചിന്താതരംഗം, ശബ്ദതരംഗം, ഈ 2 തരംഗങ്ങളും ഞാൻ ഇപ്പൊ നിങ്ങളെ വേണ്ടാതിനം പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളിനെ പറയുന്നു. വീട്ടിനകത്ത് ദിവസവും ഒരു 5 മിനിറ്റ് വേണ്ടാതിനം പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? പറയാനില്ല. അച്ഛൻ മോനെ പലതും വിളിക്കും, മോൻ അച്ഛനെ പലതും വിളിക്കും. ഇത് രണ്ടും രണ്ടല്ലാതെയാവും. ഇങ്ങനെയൊക്കെ ധാരാളം സംഭവിക്കും. കാരണം എന്താ? വിപരീത തരംഗശേഷി. വിളിച്ച ശബ്ദങ്ങളിൽ നിന്ന് ആ അന്തരീക്ഷത്തിലുണ്ടായ മനുഷ്യത്വത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത വിപരീത തരംഗം, നെഗറ്റീവ് വേവ്സ് ഉണ്ടായതിന്റെ ഫലമാണ് അത് നമ്മൾ അനുഭവിക്കുന്നത്. ക്ഷുദ്രം ചെയ്തു, ആഭിചാരമുണ്ട് എന്നൊക്കെ പറയുന്നു. കള്ളമല്ല. ഈ ആഭിചാരത്തിനും മറ്റും ചിന്തയുടെ ശക്തിയെയാണ് ആഭിചാരം. ആരുടെയെങ്കിലും നന്മ കണ്ടാൽ ചിലർക്ക് ഒരു ഏമ്പക്കം വരും, ഒന്നിങ്ങനെ മൂച്ചു പിടിച്ചു വിടും. അയ്യോ യമ ഇത്രയും നന്നായി പോയോ, എന്നെക്കാളും 5 തേങ്ങ അവൻ അധികമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോണ മഹാത്മാക്കളുണ്ട്. അത്ര ദാരിദ്ര്യവാസികളുടെ ചിന്ത മറ്റുള്ളവനെ ബാധിക്കുന്നതാണ് നമ്മൾ പറയുന്ന ആഭിചാരം. ഈ ആഭിചാരം എന്ന് പറയുന്നത് ചിന്താതരംഗ ശക്തിയാണ്. ഇങ്ങനെയുള്ള ചിന്താതരംഗ ശക്തി നമ്മുടെ വീട്ടിൽ വ്യാപിച്ചാൽ, ചുറ്റുപാടിൽ വ്യാപിച്ചാൽ, നമ്മുടെ മനസ്സിൽ വ്യാപിച്ചാൽ, അങ്ങനെയുള്ള മനസ്ഥിതിയുള്ള ഒരുത്തൻ വീട്ടിൽ താമസിച്ചാൽ 5 പേർക്കടിക്കുന്നവൻ 10 പേർക്കടിക്കും. ഇതാണ് ഉണ്ടല്ലോ, കൂടുതലടിക്കും. പിന്നെ അതിന്റെ കഥകളൊന്നും പറയാനില്ല, നിങ്ങൾക്കറിയാവുന്നതേ ഉള്ളൂ. ഇവിടെയും ചിലർ കണ്ടുവന്ന് വന്നേക്കാം. അതൊക്കെ ചിലപ്പോ അതൊക്കെ ബിസിനസിന് വേണ്ടിയാണ് സ്വാമി. ബിസിനസിന് കള്ളു കുടിക്കണൂടെ? എനിക്ക് വലിയ സംശയമാണ്. ഒരു ബിസിനസ്സും കള്ളു കുടിച്ച് വളർന്നിട്ടില്ല. ഇപ്പോ ഈ പരുങ്കേണ്ടി കച്ചവടം നടത്തുന്നതിന് കള്ളൊഴിച്ചെന്ന് വിചാരിച്ച് പരുങ്കേണ്ടി കള്ളു കുടിക്കും? ഇല്ല. കണക്കെഴുതാൻ മാത്രം മനുഷ്യൻ പഠിക്കുന്നതിനും കള്ളു കുടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരുതരം ആഭാസമായിട്ടുള്ള അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞ് ബിസിനസിന് വേണ്ടി, സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം നശിക്കുന്നവരുണ്ട്. ഇവൻ ഇരിക്കുന്നിടത്ത് ഐശ്വര്യം വരില്ല. കാരണം നെഗറ്റീവ് വേവ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതില് 16 അടിയന്തരം കഴിഞ്ഞ് കുളിക്കാതെ സ്വപ്പം വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് സായിപ്പിനെയും സ്മരിച്ച് ധ്യാനിച്ച് പരിഷ്കാരത്തിന്റെ പടവുകൾ ചവിട്ടി അകത്തേക്ക് കടന്നു വന്ന ഒരു മാന്യൻ കയറി ചെന്ന സമയത്ത് ഈ പറയുന്ന വേവ്സ്, പോസിറ്റീവ് വേവ്സ് വരുമ്പോ നിങ്ങൾക്ക് കാണാം. സ്വാമിജിയുടെ പടം കൊണ്ടുവച്ച് പരിശോധിച്ചു. രാമന്റെയും കൃഷ്ണന്റെയുമൊക്കെ പടം കൊണ്ടുവരുമ്പോ ചേർന്നിരിക്കുന്ന ഈ 2 റാഡ് അകന്ന് ഇങ്ങനെ മാറും. സ്വാമിജിയുടെ പടം കൊണ്ടു ചെന്ന സമയത്ത് ഇത് 180 ഡിഗ്രിയിലേക്ക് മാറി. പിന്നീടും അത് എടുത്തു പോയതിനു ശേഷവും വളരെ സമയം കഴിഞ്ഞാണ് അത് അടുത്തു വരാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ ആചാര്യന്മാരുടെ, നമ്മുടെ ഈശ്വരീയമായ ഭാവങ്ങളുള്ളവരുടെ, അവരുടെ ചിത്രങ്ങൾ വരുമ്പോൾ വരെ, ആ ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് വേവ്സ് അല്ലെങ്കിൽ ദുശ്ചിന്തകളെ കളഞ്ഞിട്ട് നല്ല ചിന്തകൾ ഉണ്ടാവുന്നത് എങ്ങനെ, അതിന്റെ ഫലം എങ്ങനെയെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചതിന്റെ രേഖയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരുന്നത്. ഇത് മാത്രവുമല്ല, ഒരു ആർക്കിറ്റ് ഉണ്ടല്ലോ, ആർക്കിറ്റ് നമ്മൾ ഇവിടെ ഇത്രയൊക്കെ അതിനകത്തൊരു ആർക്കിറ്റും കൂടെ ചെറിയാൽ രൂപ 250 സായിപ്പിന്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നടക്കും. പരിഷ്കാരം തുളസിപ്പൂ ആക്ക് വേണം, വേണ്ടാത്ത ഈ പൂജിക്കാനായിട്ട് നടക്കുന്ന പട്ടരക്ക് വയറ്റിപ്പാടിന് വേണം. അത്രേ വേണ്ടി. തുളസിപ്പൂ നടത്തുന്ന എത്ര IAS ഓഫീസർമാരെ വീടുണ്ട്, എത്രയെത്ര ഇവിടത്തെ മറ്റേ അവിടെ ഉണ്ടല്ലോ 4 കാലിൽ നടക്കുന്ന സ്ഥലം പെൻഷൻ പറ്റിയാല് അത് എന്റെ ലയൺസ് ക്ലബ്ബ്, ഫാക്സസ് ക്ലബ്ബ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല ക്ലബ്ബുകളാണ് പലതും. അവിടെയൊക്കെ എത്ര തുളസിപ്പൂ ഉപയോഗിക്കുന്നു. അതേ സമയത്ത് ഈ കള്ളുകുടിയന്മാരെ വിളിച്ച് ഒരു സമ്മേളനം കൂടിയാൽ ആർക്കിറ്റ് കുത്തിച്ചെരിയ സാധനം കൊണ്ട് കൊടുക്കും. പക്ഷെ ഇതുകൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് കൊടുത്തു. ആർക്കിറ്റ് ഈ പറയുന്ന റാഡിന്റെ അടുത്തെത്തുമ്പോൾ ഇത് നെഗറ്റീവ് വേവ്സായി മാറുന്നു. ഈ കമ്പികൾ യോജിക്കുന്നു. പിന്നെ അത് അവിടെ നിന്ന് വിട്ടുപോകുന്നില്ല. നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാത്ത തരംഗങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് കമ്പികൾ യോജിക്കും. വീണ്ടും 2 തുളസിപ്പൂ വരച്ചതിന്റെ അടുത്തുകൊണ്ട് എന്നാൽ ആ കമ്പികൾ അകന്ന് പോസിറ്റീവ് വേവിലേക്ക് പോകും. നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാത്ത